ഹായ് ഫ്രണ്ട്സ്, LPG വില 60 രൂപ വർദ്ധിപ്പിച്ചു ഒറ്റയടിക്ക്. ആർക്കും ഒരു എതിർപ്പുമില്ല. കാരണം എന്താ? ആ ഗൾഫിൽ യുദ്ധം, ഹോർമുസ് കടലെടുക്ക് തടയപ്പെട്ടിരിക്കുന്നു, ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോഴോ അവിടെ പ്രശ്നം. ക്രൂഡ് ഓയിൽ വില ബാരലിന് 50ഉം അതിൽ താഴെയും പോയ സമയമുണ്ടായിരുന്നു. അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയോ? ഇല്ല. ഒരു രൂപ വില കുറച്ചില്ല. പെട്രോളിനെന്നും 100 രൂപയോ 100 രൂപയ്ക്ക് മുകളിലോ ആയിരുന്നു. LPG 900 രൂപയ്ക്ക് മുകളിൽ എപ്പോഴും എല്ലായ്പ്പോഴും. അപ്പോ വില കുറയുമ്പോ അതിന് നേട്ടം ആർക്കാണ്? പെട്രോളിയം കമ്പനികൾക്ക്, അദാനിക്ക്, അംബാനിക്ക് ഒക്കെ. വില കൂടുമ്പോ അതിന്റെ ഭാരം നമ്മൾ ചുമക്കണം. അവിടാണ് പ്രശ്നം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാരന് വേണ്ടിയല്ല, സമ്പന്നന്മാർക്ക് വേണ്ടിയാണ്. ഏതാനും ചില സമ്പന്നന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയല്ല, ഏതാനും ചില സമ്പന്നന്മാർക്ക് വേണ്ടി. ഇറ്റ്സ് എ ഗവൺമെന്റ് ഓഫ് ദ റിച്ച്, ബൈ ദ റിച്ച് ആൻഡ് ഫോർ ദ റിച്ച്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത് സമ്പന്നന്മാരുടെ, സമ്പന്നന്മാർക്ക് വേണ്ടിയുള്ള സമ്പന്ന ഗവൺമെന്റ് ആണ്. അവിടെ സാധാരണക്കാരന്, ദരിദ്രർക്ക് യാതൊരു റോളും നിർവഹിക്കാനില്ല. ദ റിച്ച് ബിക്കം റിച്ചർ ആൻഡ് ദ പൂർ ബിക്കം പൂറർ ഇൻ ഇന്ത്യ അറ്റ് പ്രസന്റ്. ഒരു മാസത്തേന് റഷ്യൻ കപ്പലുകളിൽ നിന്ന് എണ്ണ വാങ്ങുവാനായി അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ അനുവദിച്ചിരിക്കുന്നു. തീർച്ചയായും ട്രംപ് ചേട്ടനോട് നമ്മളെല്ലാവരും നന്ദിയുള്ളവരായിരിക്കേണ്ടതാണ്. അപ്പോ ഇന്ത്യ എവിടുന്ന് എണ്ണ വാങ്ങണം, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എവിടെ വിൽക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ ഗവൺമെന്റോ അല്ല, ശ്രീമാൻ ഗ്രേറ്റ് ട്രംപ് ചേട്ടനാണ്. ഇന്ത്യയുടെ ഒരു അവസ്ഥയെ എനിക്ക് ഓർമ്മ വരുന്നത്, ഇന്തോ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി. അമേരിക്കയുടെ 5ാം കപ്പൽപ്പട ഇന്ത്യയെ ലക്ഷ്യമാക്കി നീങ്ങാൻ പോകുന്നു. ഇന്ത്യ ഉടൻ യുദ്ധം അവസാനിപ്പിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു, അമേരിക്കയ്ക്ക് കപ്പൽപ്പടയെ അയക്കുകയോ അയക്കാതിരിക്കുകയോ ചെയ്യാം, അത് അവരുടെ ഇഷ്ടം. പക്ഷേ ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിക്കുന്ന ഏതൊരു കപ്പലും അതിലെ നാവികനും എപ്പോൾ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതാണ് ചങ്കുറ്റമുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ആരോട് പറയാൻ ഒരു കാര്യവുമില്ല. താങ്ക് യു.